إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അശ്ശുഅറാ 173 174 175 മൂന്ന് വചനങ്ങളുടെ വ്യാഖ്യാനം നോക്കുമ്പോൾ ആലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത അഭിമുഖീകരിക്കേണ്ടി വന്ന ആ കഠിനമായ ശിക്ഷയുടെ വിശദീകരണമാണ് വിവരണമാണ് വ്യാഖ്യാനം കാണുന്നത്. അവിടെ മേൽ നാം വർഷിച്ചു, ഒരു മഴ പെയ്യിപ്പിച്ചു എന്നാണ് പറയുന്നത്. ചരൽ കല്ലുകളുടെ മഴയാണ് ആ നരകത്തിൽ ചുട്ടുപഴുത്ത ആ ചരൽ കല്ലിന്റെ മഴയായിരുന്നു അവിടെ മേൽ വർഷിച്ചത് എന്നാണ് മുഫസ്സിരീങ്ങൾ വിശദീകരിച്ച് കാണുന്നത്. നോക്കൂ നിങ്ങൾ, മത്തറൽ ഒരു മഴ, എത്ര ചീത്തയാണ്. മത്തറുൽ മുന്തരിയിൽ ആ താക്കീത് നൽകപ്പെട്ടവരുടെ മഴ, ആ താക്കീത് നൽകപ്പെട്ട ജനത ലൂത്ത് നബി അലൈഹിസ്സലാം മുഖാന്തിരം താക്കീത് നൽകപ്പെട്ട ആ ജനതയ്ക്ക് മേൽ വർഷിച്ച ആ മഴ എത്ര ചീത്തയായ മഴയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. വെള്ളത്തിന്റെ മഴയല്ല, ചരൽ കല്ലുകളുടെ മഴയായിരുന്നു എന്നിങ്ങനെ വർഷിച്ചത്. അങ്ങനെ അവർ ഒന്നടങ്കം നശിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. എന്ന ഫീദാലിക, നിശ്ചയമായും അതിലുണ്ട് ആയത്തിന് ദൃഷ്ടാന്തമുണ്ട്. ഇനിയുള്ള പിന്നീട് വരുന്ന മുഴുവൻ ജനങ്ങൾക്കും ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. വമാകാന അക്സറുഹും മുഅ്മിനീൻ, വമാകാന ആയില്ല അക്സറുഹും അവരിൽ അധിക പേരുമായില്ല മുഅ്മിനീൻ വിശ്വസിക്കുന്നവരായില്ല എന്ന് പറഞ്ഞാൽ തുച്ഛമായ എണ്ണപ്പെട്ട ചില ആൾക്കാർ മാത്രമേ വിശ്വാസികളായിരുന്നുള്ളൂ. മറ്റുള്ളവരൊക്കെയും ആ രൂപത്തിലുള്ള ശിക്ഷക്ക് പത്രീഭൂതരായി നശിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം, ഇന്ന റബ്ബക നബിയെ താങ്കളുടെ റബ്ബ് ലഹുവ അവൻ തന്നെയാകുന്നു അൽ അസീസുർ റഹീം, അവനാണ് പ്രതാപശാലി കരുണാനിധിയുമാകുന്നു അവൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് അവൻ ആരെയും ഭയപ്പെടുന്നില്ല. അവരുടെ മുന്നിലും ഒരിക്കലും അവന് യാതൊരു തരത്തിലുള്ള വൈമനസ്യവും കൂടാതെ കൃത്യമായി ശിക്ഷാ നടപടികൾ അതാത് സമയത്തെടുക്കുന്നവനാണ്. അതുകൊണ്ട് അവന് ഭയപ്പെടണമെന്നൊക്കെയാണ് അതിന്റെ ഒരു ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.